നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മുന്നണികൾ ആരംഭിച്ചിരിക്കുകയാണ്. അണിയറയിൽ ഈ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത. മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഘടിപ്പിച്ച് മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇവരുടെ ഒരു 5ാം മന്ത്രി അതും കൊണ്ടേ പോയുള്ളൂ എന്നുള്ളതാണ്. അത് അവർ നേടിയെടുത്തു. ലീഗിൻ്റെ മുമ്പിൽ കോൺഗ്രസ്സുകാർ നട്ടെല്ല് വളച്ചൊടിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ നമ്മുടെ ഈ നായർ സമുദായത്തിനൊന്നും ഇഷ്ടമല്ലാത്തത്. ലീഗിൻ്റെ മുന്നിൽ വളഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ലീഗ് KPCC ഓഫീസ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പെരുന്നയിലെ പോപ്പിന് ഈ UDF-നോട് ഒരു അകൽച്ച തന്നെ. എപ്പോഴും പറയുന്നത് പോലെയല്ല ഇത്തവണ ആവശ്യപ്പെടുന്നതെന്ന് നിർബന്ധമായും കിട്ടിയേ പറ്റൂ എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ പിന്നെ കൊടുക്കും. ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറഞ്ഞ ഉണ്ണാക്കന്മാർ ഈ ലീഗിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയല്ല, കിടക്കുന്നവന്മാരാണ്. തങ്ങൾ വിദേശകാര്യത്ത് നിന്ന് എത്തിയാൽ പാർട്ടി ഇക്കാര്യം ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെയാണ് മലബാർ മേഖലയിൽ നിന്ന് മറ്റൊരു സീറ്റ് കൂടി വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നത്. മലപ്പുറവും പൊന്നാനിയുമാണ് ഈ പച്ചക്കൊടി അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഇടം. അവിടെ ഒരുപക്ഷെ ET മുഹമ്മദ് ബഷീറും KM ഷാജിയുമായിരിക്കും എന്നാണ്. മണ്ഡലം വെച്ചു മാറാനുള്ള സാധ്യതയുണ്ട്. ET മുഹമ്മദ് ബഷീറിനെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള നീക്കമുണ്ടെന്നായിട്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ വടകര, കാസർഗോഡ്, കണ്ണൂർ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലീഗ് നോട്ടമിടുന്നത്. കാലങ്ങളായി തങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നാനി ഇത്തവണ കോൺഗ്രസ് കൈക്കലാക്കിയേക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ട്. മൂന്നാം സീറ്റ് എന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന് തടയിടാനാണ് എന്നാണ് കരുതുന്നത്. മൂന്നാം സീറ്റിനായി പരസ്യമായി ആവശ്യമുന്നയിക്കാൻ ലീഗ് നിർബന്ധമായതും അതുകൊണ്ടാവാം. മൂന്നാം സീറ്റ് ആവശ്യം അംഗീകരിക്കേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്ന് റിപ്പോർട്ട്. എന്നാൽ ഇത് പരസ്യമായി പറഞ്ഞത് ലീഗിനെ പിണക്കാൻ തൽക്കാലം കോൺഗ്രസ് ശ്രമിക്കില്ല. കാരണം ലീഗ് എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടണമെന്നും പറഞ്ഞ് നിൽക്കുന്നവരാണ്. മുന്നണി യോഗത്തിൽ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ K സുധാകരൻ അടക്കമുള്ളവർ വളരെ സംയമനത്തോടെയാണ് പ്രതികരിച്ചത്. UDF-ലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ ലീഗിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണക്കുന്നത് നന്നല്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ഇടത്തോട്ട് ചെയ്യാൻ ലീഗിന് വലിയ മടിയുമില്ല. പരസ്യമായി പറയുന്നില്ലെങ്കിലും ലീഗ് UDF വിട്ട് വരണമെന്ന ആഗ്രഹം LDF-നുമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക ചർച്ചകൾ മാത്രമാണ്. അധികം വൈകാതെ തന്നെ സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമാകും. തങ്ങളുടെ കുത്തക സീറ്റുകൾ രണ്ടും ലഭിച്ചാൽ പതിവ് പോലെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നാക്കം പോകും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ലീഗ് ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയും എന്നുള്ളത് വ്യക്തമാണ്.